ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. സമീപകാലത്ത് വാതുവെപ്പ് വിവാദങ്ങളിൽ പെട്ട ബ്രസീലിയൻ സൂപ്പർ താരമാണ് ലുക്കാസ് പക്കേറ്റ. അതുകൊണ്ട് തന്നെ ബ്രസീലിയൻ ദേശീയ ടീമിൽ ഉൾപ്പെടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല. എന്നാൽ ആ കുറ്റങ്ങളിൽ നിന്നെല്ലാം അദ്ദേഹം വിമുക്തനായി. തുടർന്ന് കാർലോ ആഞ്ചലോട്ടി അദ്ദേഹത്തെ ബ്രസീലിയൻ ദേശീയ ടീമിലേക്ക് ഇപ്പോൾ തിരികെ കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്. ലുക്കാസ് പക്കേറ്റയെ ഉൾപ്പെടുത്തിയതിൽ പലർക്കും എതിർപ്പുകൾ ഉണ്ടായിരുന്നു. പക്ഷെ എന്തുകൊണ്ട് അദ്ദേഹത്തെ ഉൾപ്പെടുത്തി എന്നതിനുള്ള ഒരു കൃത്യമായ വിശദീകരണം ഇപ്പോൾ കാർലോ ആഞ്ചലോട്ടി നൽകിയിട്ടുണ്ട്. അതായത് ബ്രസീലിന്റെ മറ്റു മധ്യനിര താരങ്ങളായ ബ്രൂണോ ഗൊയ്മറസ്, കാസിമിറോ എന്നിവർക്കൊന്നും ഇല്ലാത്ത ചില പ്രത്യേക തരം സവിശേഷതകൾ ലുക്കാസ് പക്കേറ്റയ്ക്കുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ടീമിൽ ഉൾപ്പെടുത്തിയത്, മധ്യനിരയിലേക്ക് അതുകൊണ്ടാണ് അദ്ദേഹത്തെ തിരികെ കൊണ്ടുവന്നത് എന്നാണ് കാർലോ ആഞ്ചലോട്ടി നൽകിയിട്ടുള്ള വിശദീകരണം. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: കാസിമിറോ, ബ്രൂണോ ഗൊയ്മറസ് എന്നിവരെ പോലെയല്ല അദ്ദേഹം. അവരിൽ നിന്നും വ്യത്യസ്തമായ സവിശേഷതകൾ ഈ താരത്തിനുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ടീമിലേക്ക് തിരികെ കൊണ്ടുവന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ടീമിനകത്ത് അസാധാരണമായ പ്രകടനമാണ് താരം ഇപ്പോൾ പുറത്തെടുക്കുന്നത്. ഇതാണ് കാർലോ ആഞ്ചലോട്ടി പറഞ്ഞിട്ടുള്ളത്. ഏതായാലും നാളത്തെ മത്സരത്തിന്റെ സ്റ്റാർട്ടിംഗ് 11-ൽ ലുക്കാസ് പക്കേറ്റ ഉണ്ടായിരിക്കില്ല. ബ്രൂണോയും കാസിമിറോയും തന്നെയായിരിക്കും മധ്യനിരയിൽ ഉണ്ടാവുക. അതേസമയം പകരക്കാരന്റെ റോളിലായിരിക്കും ലുക്കാസ് പക്കേറ്റ കളിക്കുക എന്നാണ് റിപ്പോർട്ടുകൾ. നമുക്കറിയാം, മികച്ച ഫോമിലാണ് വെസ്റ്റ് ഹാം യുണൈറ്റഡിന് വേണ്ടി താരം ഇപ്പോൾ കളിക്കുന്നത്. പ്രീമിയർ ലീഗിൽ 3 മത്സരങ്ങൾ കളിച്ച ലുക്കാസ് പക്കേറ്റ 2 ഗോളുകൾ ഇതിനോടകം തന്നെ നേടിക്കഴിഞ്ഞിട്ടുണ്ട്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണാം.